നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റഗ്രാം സുഹൃത്ത് പീഡിപ്പിച്ചു, ഫേസ്ബുക്ക് ഫ്രണ്ടിന്റെ കൂടെ ഇറങ്ങിപ്പോയി തുടങ്ങി വാർത്തകൾ നമ്മൾ ദിവസവും ഹെഡ്ലൈനായിട്ട് വായിക്കാറുണ്ട്. പക്ഷെ എത്രയൊക്കെ പഠിച്ചാലും വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള അപകട കുഴിയിൽ ചെന്ന് ചാടുകയാണ് ആളുകൾ. ഇപ്പോൾ ചർച്ചയാകുന്നത് 2 ദിവസമായിട്ട് ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ തിരുവനന്തപുരം കഠിനകുളത്തെ കൊലപാതകമാണ്. അതിലെല്ലാം തന്നെ ഈ ഒരു യുവതിയുടെ പ്രതി എന്ന് സംശയിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടുപരിചയമുള്ള ഒരു സുഹൃത്താണ്. യുവതി കുറെ കാലമായി ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു സുഹൃത്തുമായി ചാറ്റിങ്ങും അതുപോലെ തന്നെ റീൽസും പങ്കുവെച്ചുകൊണ്ടാണ് ഇവർ പ്രണയത്തിലായത്. പ്രത്യേകിച്ച് ജോലിയൊന്നും ഈ ഒരു യുവതി ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫോണിലാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നതെന്ന് യുവതിയുടെ ഭർത്താവ് അടക്കം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇൻസ്റ്റഗ്രാമിൽ കണ്ടുപരിചയമുള്ള ഈ ഒരു യുവാവുമായി യുവതി പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. എന്നാൽ കുടുംബം ഉപേക്ഷിച്ച്, അതായത് ഭർത്താവിനെയും കുട്ടിയെ ഉപേക്ഷിച്ച് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതോടു കൂടിയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റഗ്രാം സുഹൃത്ത് ഇപ്പോൾ യുവതിയെ കഴുത്തറുത്ത് കൊന്നിരിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ മാത്രം ഇന്നത്തെ കാലത്ത് ആളുകളെ പരിചയത്തിലാക്കുകയും പിന്നീട് വലിയ ചതിക്കുഴിയിൽ ചെന്ന് ചാടുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ ദിവസവും കേൾക്കുന്നതാണ്. കൂടുതൽ സമയവും ഇൻസ്റ്റഗ്രാം പേജുകളിലും സോഷ്യൽ മീഡിയ പേജുകളിലുമായിരുന്നു കൊല്ലപ്പെട്ട യുവതി ആതിര ചിലവഴിച്ചിരുന്നത്. അതായിരുന്നു യുവതിക്ക് ഏറ്റവും ഇഷ്ടം. അത് തന്നെയാണ് പ്രതിയുമായിട്ടുള്ള ജോൺസൺ ഈ പറയുന്ന യുവതിയുമായി അടുക്കാൻ വേഗത്തിൽ കാരണമാക്കിയതും. ഏതായാലും പ്രതിയെ ഇതുവരെയായിട്ടും കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെ 2 ദിവസത്തെ ഊർജിത അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് തിരിച്ചറിഞ്ഞത് പോലും. ഏതായാലും ആ പ്രതിയുടെ ഇൻസ്റ്റഗ്രാം പേജ് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ നിരവധി റീൽസുകളാണ് പ്രതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും സോഷ്യൽ മീഡിയ പേജുകളിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതുവഴിയാണ് യാതിര എന്ന് പറയുന്ന യുവതിയുമായി അടുപ്പത്തിലാകുന്നത്. കൊല്ലം ദളവാപുരം സ്വദേശിയായ ജോൺസനെ കണ്ടെത്താനായി ലുക്കൌട്ട് നോട്ടീസും പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രതിയെന്ന് പോലീസ് സംശയിക്കുന്ന ജോൺസൺ കൃത്യം നടത്തിയ ശേഷം ട്രെയിൻ മാർഗം നാട് വിട്ടെന്നാണ് പോലീസിന്റെ നിഗമനം. 4 അന്വേഷണ സംഘങ്ങളാണ് ജോൺസനെ പിടികൂടാനായി പോലീസ് വിന്യസിച്ചിരിക്കുന്നത്. ജനുവരി 21 ചൊവ്വാഴ്ചയാണ് വെഞ്ഞാറമൂട് സ്വദേശി ആതിരയെ കഠിനകുളത്ത് വീടിനുള്ളിൽ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ 5:30 അമ്പലത്തിൽ പൂജയ്ക്ക് പോയ ഭർത്താവ് രാജീവ് 11:30 മടങ്ങിയെത്തിയപ്പോഴാണ് ആതിരയെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാജീവ് എത്തുമ്പോൾ യുവതിയുടെ സ്കൂട്ടറും വീട്ടിലുണ്ടായിരുന്നില്ലെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. കൊലയ്ക്ക് ശേഷം വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടറുമായി പ്രതി രക്ഷപ്പെട്ടതാവാമെന്ന പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു. ആതിരയുടെ സ്കൂട്ടർ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടെ നിന്ന് ട്രെയിൻ പിടിച്ച് മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്ക് കടന്നിരിക്കാനുള്ള സാധ്യതയും ഏറെയാണെന്നാണ് പോലീസും ചെന്നെത്തുന്ന നിഗമനം. പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൗണ്ടറിന് സമീപത്ത് നിന്ന് സ്കൂട്ടർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരം റൂറൽ എസ്.പിയുടെ സംഘം, ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ സംഘം, ഡാൻസ് ഓഫ് സംഘം, കഠിനകുളം, ചിറയൻകീഴ് പോലീസ് എന്നിങ്ങനെ 4 സംഘങ്ങളായിട്ടാണ് പ്രതിക്കായി അന്വേഷണം നടത്തുന്നത്. രാവിലെ ഏകദേശം 8:30-നും 11:30-നും ഇടയിൽ കൊലപാതകം നടന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടയാൾ തന്നെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി ആതിര തിങ്കളാഴ്ച ഭർത്താവ് രാജീവിനോട് പറഞ്ഞിരുന്നു. എന്നാൽ പോലീസിന് ഇക്കാര്യം അറിയിക്കാൻ ആതിര സമ്മതിച്ചതുമില്ല. മറ്റാരെങ്കിലും ഇക്കാര്യം അറിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നും ആതിര ഭർത്താവിനോട് അറിയിച്ചിരുന്നു. ഇതിനാൽ ഭാര്യ പറഞ്ഞ വിവരം രാജീവ് ആരുമായി പങ്കുവച്ചില്ല. ജോൺസണുമായുള്ള സൗഹൃദത്തെ ചൊല്ലി ആതിരയും രാജീവും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നെന്നും ഭാര്യ മരണപ്പെട്ടതിന് ശേഷമാണ് സുഹൃത്തുക്കളോടും പോലീസിനോടും രാജീവ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. ആതിരയുടെ സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ കൂടുതലായിരുന്നുവെന്നും താൻ പലതവണ ഇത് വിലക്കിയിട്ടുണ്ടെന്നും രാജീവ് പോലീസിനും മൊഴി നൽകിയിട്ടുണ്ട്. രാജീവ് ആതിര ദമ്പതികളുടെ വീടിന് തൊട്ടടുത്ത് ധാരാളം വീടുകൾ ഉണ്ടെങ്കിൽ പോലും യാതൊരു ശബ്ദവും നാട്ടുകാർ കേട്ടിരുന്നില്ല. ആതിരയുടെ നിലവിളിയൊന്നും തങ്ങൾ കേട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആലിയാട് സ്വദേശികളായ കുട്ടപ്പന്റെയും അമ്പിളിയുടെയും മകളാണ് ആതിര. കായംകുളം സ്വദേശിയായ രാജീവ് 24 വർഷമായി ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ പൂജാരിയാണ്. 8 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. വടക്കേവിള പാടിക്കാവിളകം ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിന് സമീപമാണ് താമസം. ഏതായാലും സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ഇത്തരത്തിൽ പരിചയപ്പെട്ട് സൗഹൃദം പുതുക്കി പിന്നീട് അത് പ്രണയത്തിലേക്ക് വഴിമാറി പിന്നീട് അത് കൊലപാതകത്തിലേക്ക് വരെ നയിക്കുന്ന സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കരുതലോടെ മാത്രം നമ്മൾ ഇതിനെ സമീപിക്കുക. കാരണം ഇന്ന് നേരിട്ട് അറിയാവുന്ന ആളുകൾ വരെ, ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ വരെ കൊലപാതകങ്ങൾ ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പേജുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്.